ഹലോ എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു ബ്ലോഗിಗೆ സ്വാഗത. ഞങ്ങളിപ്പോൾ ഇത് മുംബൈയിലെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനിലായിട്ട് ഇവിടെ, അതായത് ലോകമാന്യ തിലക് ടെർമിനസ് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അതായത് മുംബൈയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒരു മെയിനായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. കഴിഞ്ഞ വീട്ടിൽ ചെന്നതുപോലെ ഞങ്ങളിപ്പോൾ ഒരു പുതിയൊരു യാത്രക്കാണ് ഇവിടെ നിന്ന് ഭർത്താവുള്ള കാരണം. അപ്പോൾ പുതിയൊരു യാത്രയാണ് ഇവിടെ പോകേണ്ടത്. അതായത് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഹിസ്റ്ററി നിലനിൽക്കെ ഒരു ജാഗയ്ക്ക് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. അത് പിന്നോടൊന്നുമല്ല, ആഗ്രത്തേക്കാണ്. അപ്പോൾ ആഗ്രത്തേക്ക് പോണ പോലെ ട്രെയിനാണ് ഞങ്ങൾ മുന്നോട്ട് ഉള്ളത്. ഈ ട്രെയിനിൻ്റെ പേരാണ് ലക്ഷർ എക്സ്പ്രസ് ചുള്ളത്. ഇത് മുംബൈയിലെ അസർഗാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വെള്ളിയാഴ്ച മാത്രമാണ് ഈ ഒരു ട്രെയിൻ ഉള്ളത്. ഞങ്ങൾ ട്രെയിന് സ്റ്റേഷൻ്റെ മുറ്റത്തു. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ചൊല്ലുള്ളത് നല്ലൊരു കാഴ്ച കിട്ടുമെങ്കിൽ ഒരു യാത്ര കൂടിയാണ് ഈ ഒരു റൂട്ട് ചൊല്ലത്. അതായത് മൺസൂൺ ടൈമിൽ നിങ്ങൾ ഇവിടെ വണ്ടിയുണ്ട് കണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരുപാട് പച്ചപ്പായിട്ടുള്ള എങ്കിലത്തെ ഒരുപാട് കാഴ്ച കിട്ടണമെങ്കിൽ ഒരു റൂട്ട് കൂട്ടിയായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടുള്ളവരല്ല എങ്ങനെ ഉണ്ടോ ഈ ഒരു റൂട്ട് ചൊല്ലത്. അതേപോലെ ഈ റൂട്ടിൽ ഇതല്ലാണ്ട് ഒരുപാട് ചെറിയ ചെറിയ ഫാൾസ്, അതേപോലെ പോലെ നല്ല ഉൾക്കിടങ്ങിയത് പോലെ നല്ല ഒരു എന്താ മനസ്സും കാഴ്ചക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ ഒരു കാഴ്ച നിങ്ങൾക്ക് എന്താവും ഈ ഒരു റൂട്ടിൽ ഞങ്ങൾക്ക് കാണാൻ സാധ്യതയുള്ളതാണ്. ഇനി അതേപോലെ ചെറിയൊരു വിശേഷമുള്ള എന്തെങ്കിൽ ഞങ്ങൾ മുപ്പട്ട വന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടല്ലേ, അതായത് ലോകമാന്യ തിലക് റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങൾ കണ്ടത്. അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ചരിത്രം ഞങ്ങൾ ചൊല്ലേണ്ട കണ്ടെങ്കിൽ അതൊരു ഹിസ്റ്ററി ചെറിയ ഞങ്ങൾ നോക്കേണ്ട കണ്ടെങ്കിൽ ഞങ്ങൾ മുംബൈയിൽ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ലോകമാന്യ തിലക് ചൊല്ലത്. ഇത് നിർമ്മിച്ചത് ഇല്ലെങ്കിൽ അത് കെട്ടിയത് 1991 അത് കെട്ടുള്ള കാരണം എന്താ വെച്ചെങ്കിൽ മുംബൈയിലുള്ള പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, അതായത് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് ചൊല്ലത്, അതായത് CSMT ചൊല്ല റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിൽ ആൾക്കാർ നല്ലോണം കൂടിയത് കൊണ്ടിട്ടോ അത് നല്ലോണം തിരക്കായത് കൊണ്ടിട്ടാണ് എന്താക്കിയത് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ ഈ ഒരു പുതിയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ 1991 ആ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കിയത്. അതിൽ പല പേര് ചൊല്ലത് കുർള ടെർമിനസ് ചൊന്നായിട്ടുണ്ട് അതിൻ്റെ പേരുന്നത്. പിന്നെ 1996 ഞങ്ങൾ സ്വാതന്ത്ര്യ പോരാട്ടക്കാരായ ബാലഗംഗാധര തിലകർ ഓർമ്മയ്ക്ക് മേനായിട്ട് ഈ ഒരു പേരിടാൻ എന്താക്കിയത് വിഷയം വന്നത്. അങ്ങനെ 1990 അപ്പോഴത്തെ ഹോം മിനിസ്റ്ററായിട്ട് ഇന്നത്തെ LK അദ്വാനിയാണ് ആ ഒരു പേര് ചേഞ്ച് ആക്കുന്നത് നിർദ്ദേശിക്കും. അങ്ങനെ അതിൻ്റെ പേരെന്തായിട്ട് ചേഞ്ച് ആക്കിയത്. അങ്ങനെ 1991 അതിൻ്റെ പേരാണ് ഈ ലോകമാന്യ തിലക് പേര് വന്നത്. പിന്നെ 2003 ഒന്നും കൂടി അതിനെ വികസിപ്പിച്ചെടുത്തത് ഒന്നും കൂടി വലിയാക്കിയിട്ട് എടുത്തിട്ട് 2013 ഒന്നും കൂടി അതിലെന്താക്കി ഉദ്ഘാടനം ആക്കിയിട്ടുണ്ടാണ് ചൊല്ലത്. അപ്പോൾ അത്രയാണ് കഴിഞ്ഞ ഞങ്ങൾ ആ ഒരു മുംബൈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചിട്ട് ഞങ്ങൾ ചൊല്ലുക ഉള്ളത്. ഇപ്പോൾ കസാര ചൊല്ല ഒരു സ്റ്റേഷൻ വന്നിട്ട് എത്തിയാണ് ഞങ്ങൾ ട്രെയിന്. അപ്പോൾ എന്നാ ചൊല്ലപ്പോൾ ആഗ്രത്തേക്ക് നിങ്ങൾ മുംബൈയിൽ പോകണമെങ്കിൽ ഇതൊരു നല്ലൊരു ട്രെയിനായിട്ട് കയറുക. അതായത് വെള്ളിയാഴ്ച മാത്രമാണ് ഈ ഒരു ട്രെയിൻ ഉള്ളത്. വെള്ളിയാഴ്ച പറത്താണ്ട് കണ്ടെങ്കിൽ പിറ്റാണ്ട് അസർഗാണ് ഈ ട്രെയിൻ എന്താകുന്നത് ആഗ്രത്തേക്ക് എത്തുന്നത്. ഈ ഒരു ട്രെയിനിൻ്റെ നമ്പർ വേണ്ടത് 12161 ചുണ്ടായിട്ട് ഈ ഒരു ട്രെയിനിൻ്റെ നമ്പർ. ഈ ഒരു ട്രെയിനിൻ്റെ ഞങ്ങൾ ചൊല്ലേണ്ട കണ്ടെങ്കിൽ നേരത്തെ ചെന്നപ്പോൾ പറയാം ഇതിൻ്റെ പേര് ലഷ്കർ എക്സ്പ്രസ് ചൊന്നാണ് ഈ ഒരു ട്രെയിനിൻ്റെ പേര്. ഇത് ആഗ്ര കണ്ടോൺമെൻറ്റിലാണ് ഈ ഒരു ട്രെയിൻ എന്താ അവിടുത്തെ പോകേണ്ടത്.
അപ്പോൾ നേരത്തെ ഞാൻ சொன்னതുപോലെ ഈ ഒരു ട്രെയിനിൽ ഞങ്ങൾ പോയി മൺസൂൺ ടൈമിൽ പോയെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ച കാണും. ഞങ്ങൾ മൊബൈലിൽ കണ്ട പോലെയല്ല, നേരായിട്ട് കാണുമ്പോഴാണ് ഭയങ്കര അത്ഭുതമായിട്ട് നമുക്ക് കാണേണ്ടത്. ഞങ്ങൾക്ക് അത്രക്കും അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ നോക്കൂ, ഇതിപ്പോൾ ഞാൻ മൊബൈലിൽ എത്ര ആക്കിയിട്ടും എന്താണ് കണ്ടിട്ടില്ല, അത്ര ഒരു നിങ്ങൾ കണ്ടില്ല. പക്ഷെ നേരായിട്ട് കാണുമ്പോണ്ടല്ലേ അതൊരു എക്സ്പീരിയൻസ് വേറെ വേണം. അപ്പോൾ ഇങ്ങനത്തെയുള്ള കാഴ്ച നിങ്ങൾക്ക് ഈ ട്രെയിൻ യാത്ര പോകുന്ന ചൊല്ലി ഇതൊക്കെ വേണ്ടിയിട്ടാണ്. ട്രെയിൻ യാത്ര പോയി ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ച നമുക്ക് കാണാം. പുതിയതും അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ച നമുക്ക് എന്താവും. അതേപോലെ ഒരുപാട് ആൾക്കാർ ജീവിതം ഞങ്ങൾക്ക് നോക്കുക അവിടെ. അതിവിടെ ഒരുപാട് അതായത് ട്രെയിനിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നത്. അങ്ങനെ ലൈഫ് എങ്ങനത്തേത്, എങ്ങനെ ഇക്കറാറ്, എങ്ങനെ ഞങ്ങളുടെ ബിഹേവിയർ ഇതെല്ലാം കാണുമ്പോൾ ഞങ്ങൾ കൊണ്ട് സാധ്യതയുള്ളൂ ഈ ട്രെയിൻ യാത്ര ചൊല്ലി. അതേപോലെ ഞങ്ങൾ ഈ പോകുമ്പോൾ കിട്ടിയ ഒരു ചെറിയൊരു എന്താ തോട് പോലത്തെ ജാഗയാണ്, പക്ഷെ കാണുമ്പോൾ അടിപൊളി പ്ലേസാണ് ഇത്. ഞങ്ങൾ ട്രെയിനിൻ്റെ മേലിനിട്ട് കീഴിൽ നോക്കുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ജാഗയായിട്ട് ഇരിക്കും. അപ്പോൾ ഏതായാലും ഇതാണ് നമുക്ക് ഈ ഒരു മീൻസ് ട്രെയിനിൽ പോകുമ്പോൾ കിട്ടിയത് ഒരു അനുഭവം ആണ് சொன்னது. അപ്പോൾ ട്രെയിനിൽ യാത്ര ചൊല്ലി ഏറ്റവും നല്ലൊരു യാത്രയായിട്ട് ഇരിക്കും. കണ്ടില്ല, ഒരുപാട് പച്ചപ്പായിട്ടുള്ള എനിക്ക് ഒരു കാര്യമാണ്. അങ്ങനെ ഞങ്ങിപ്പോൾ ഇഗത്പുരി ചൊല്ലെ റായത്ത് എത്തിക്കൊണ്ട് വന്ന് നിങ്ങൾ എത്രക്ക് അവിടെ കണ്ടുകൊണ്ടില്ല. ഇത് ലോക്കോമോട്ടീവ് ഷെഡാണ്. അതായത് എഞ്ചിൻ ലോക്കോമോട്ടീവ് എന്തെങ്കിലും തകരാറ് വന്നെങ്കിൽ ചെറിയ രീതിയിൽ റിപ്പയറിങ് വർക്കുകൾ ആക്കണമെങ്കിൽ ഷെഡാണ് ഇത്. അതായത് ബ്രേക്ക് സിസ്റ്റം അത് ഇതെല്ലാം നോക്കുള്ളതാണ് ഈ ഒരു ഷെഡ് ചൊല്ലത്. അത് ഇഗത്പുരിയാണ് ഈ റായോ ഇപ്പോൾ ഉള്ളിൽ എത്തിയത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ ലോക്കോമോട്ടീവ് എഞ്ചിനിങ് എന്തെങ്കിലും വിഷയം വന്നെങ്കിൽ അവിടെ ചെറിയ രീതിയിൽ വർക്ക് ആക്കണം, മെയിൻ്റനൻസ് വർക്ക് ആക്കുന്ന പ്ലേസ് ആയിട്ട് ഇത്.
അങ്ങനെ ഇപ്പോൾ സുബൈയായിട്ട് ഞങ്ങളിപ്പോൾ റാണി കമലാപൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. നാളെ ജാവുക എന്താക്കിയില്ല, ജാവായത് കൊണ്ടിട്ട് വീഡിയോൻ്റെ അടുത്തില്ലാണ് സുബൈ കണിപ്പൂർ സാധാരണ ഏകദേശം ഒരു 6:45 ടൈമായിട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ചയുള്ളത്. അപ്പോഴാണ് നിൽക്കുമ്പോഴാണ് ഒരു WP7 ആയിട്ടുള്ള ഒരു ട്രെയിൻ വേണ്ടി, ഇത് ഗോരഖ്പൂർ എക്സ്പ്രസ് ആണ് വന്നുകൊണ്ടുള്ളത്. ഈ കണ്ടത് WP7 ലോക്കോമോട്ടീവ് ആയിട്ടിക്കട. അതേപോലെ ഇത് ഈ ട്രെയിൻ റേവാഞ്ചൽ എക്സ്പ്രസ് ആയിട്ടിക്കട. ഇതിൻ്റെ നമ്പർ ಬಂಡದು 12185 ആയിട്ടിക്കട. ഇത് നമ്പർ ಬಂಡದು. ഇത് റാണി കമലാപതി, ഇത് ഈ സ്റ്റേഷനിൽ റേവാച്ചോണ്ട് ജാഗിಗೆ പോകേണ്ട ഒരു ട്രെയിൻ ആയിട്ടിക്കട. അപ്പോൾ ഇതിലൊരു MT റേക്ക് ആയിട്ടിക്കട. ഇതിപ്പോൾ ഞങ്ങളിതിൽ കണ്ടുകൊണ്ടുള്ളത് ഇതിൻ്റെ പേര് റേവാഞ്ചൽ എക്സ്പ്രസ്.
ഞങ്ങൾ ട്രെയിനിൻ്റെ ഉടർമൂത്ത് ഓവർടേക്കായിട്ട് നിപ്പാട്ടിയതാണ് ഈ കണ്ടത്. ട്രെയിൻ ട്രാക്കിടെ സമക്രമത്തുള്ള മിഷനായിട്ട് കയറിയത്. ഞങ്ങളിത് ഓവർടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ ഒരു റാണി കമലാപതി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ നോക്കിയില്ലേ, ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഗോരഖ്പൂർ ട്രെയിനില്ലേ, ആ ട്രെയിനാണ് ഇപ്പം ഞങ്ങൾ എന്താ ഓവർടേക്ക് ആക്കിയിട്ട് പോയിട്ടുള്ളത്. ഇനി ഞങ്ങൾ പോകേണ്ട ഈ ട്രെയിനിൻ്റെ വിഷയം ചൊല്ലിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിൻ്റെ പേരാണ് ലഷ്കർ എക്സ്പ്രസ്. ഇതിൽ നമ്പർ 12161 ആയിട്ടേക്കറ്. ഇത് എല്ലാ വെള്ളിയാഴ്ച മാത്രമാണ് മുംബൈയിലുള്ളത്. മുംബൈയിൽ ഏകദേശം ഒരു 4:25 പുറത്തായിട്ടെങ്കിൽ പിറ്റേണ്ട് അസർക്ക് 3:25 ഇത് ഉണ്ടാക്കുന്നത് ആഗ്ര കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇത് എത്തുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിനിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കണ്ടെങ്കിൽ ഈ ഒരു ട്രെയിന് 1987 നവംബർ പോണാളുകാണ് ഈ ഒരു ട്രെയിൻ എന്തായത് വന്നത്. സെൻട്രൽ റെയിൽവേയുടെ കീഴിലായിട്ട് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ലഷ്കർ ചൊല്ലൊരു പേര് പറകു കാരണം ഇത് മധ്യപ്രദേശത്തിലുള്ള ഗ്വാലിയറിലുള്ള ഒരു രായത്തെ പേരാണ് ലഷ്കർ. ആ ഒരു എതിർ നിന്നിട്ടാണ് ഇതിക്ക് എന്തായത് ഈ ഒരു പേര് പറകു കാരണം. പിന്നൊരു വിഷയം എന്താ വെച്ചെന്നെങ്കിൽ പണ്ട് ഗ്വാലിയറിൽ ഭരിച്ചു എന്നെങ്കിൽ സിന്ധ്യ രാജവംശത്തെ ഒരു സൈനിക താവളായിട്ട് ഇന്ത്യയത് ലഷ്കർ. അപ്പോൾ അത് ഗ്വാലിയറിൽ ലഷ്കർ ചൊല്ല പേരുന്നത്. അപ്പോൾ സൈന്യത്തെ ഒരു താവളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു അതിൽ കടപിടിച്ചിട്ടാണ് ഇതിക്കെന്ന ലഷ്കർ ചൊല്ലുടെ ഒരു പേര് കിട്ടിയത്. ലഷ്കർ ചൊന്നെങ്കിൽ സൈന്യ ഇല്ലെങ്കിൽ സൈനിക ക്യാമ്പുണ്ടാണ് എന്താക്കുന്നത് ചൊല്ലത്. അങ്ങനെയാണ് ഇതിക്ക് എന്തായത് ഈ ഒരു പേര് വന്നത്. അപ്പോൾ ചൊന്ന പോലെ 1987 നവംബർ പോണാർക്കാണ് ഈ ട്രെയിൻ ഔദ്യോഗികമായിട്ട് എന്തായത് സർവീസ് തുടങ്ങിയത്. അതേപോലെ ഈ ട്രെയിൻ റിട്ടേൺ വരുമ്പോൾ അതായത് ആഗ്രത്തെ മുംബൈക്ക് വരുമ്പോൾ ഇതിൽ ട്രെയിൻ നമ്പർ വേണ്ടത് 12162 ആയിട്ടേക്ക് ഇതിന്റെ നമ്പർ. ആഗ്രത്തെ ഇത് ശനിയാഴ്ച 2 എത്ര ഗಂಟೆ ശനിയാഴ്ച ജാവുകു 7:45 പുറത്തായിട്ട് കണ്ടെങ്കിൽ പിറ്റേണ്ട അസർക്ക് അതായത് ഞായറാഴ്ച അസർക്ക് 4:05 എന്താ ഇത് മുംബൈക്ക് അസർക്കാണ് എത്തുന്നത്. അപ്പോൾ മുംബൈയിലെ ആഗ്രത്ത് പോകുമ്പോൾ ഇതിന്റെ നമ്പർ വേണ്ടത് 12161. അതേപോലെ റിട്ടേൺ ആഗ്രത്തെ മുംബൈക്ക് പറയുമ്പോൾ 12162 ആയിട്ടാണ് ഈ ഒരു ട്രെയിൻ എന്താ അവിടുന്ന് വേണ്ടത്. ഏകദേശം ഒരു 20 മിനിറ്റ് ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ അവിടുന്ന് മുംബൈക്ക് എത്തുന്നത്. അതേപോലെ ഇതിൽ കോച്ചിലെ വിശേഷം കണ്ടെങ്കിൽ ഇത് സെക്കൻഡ് AC ആയിട്ട് ഒരു കോച്ചാണ് ഉള്ളത്. അതേപോലെ തേർഡ് AC ആയിട്ട് 4 കോച്ചാണ് ഇതിൽ ഉള്ളത്. അതേപോലെ സ്ലീപ്പർ കോച്ച് 12 കോച്ചാണ് സ്ലീപ്പറിലുള്ളത്. അതേപോലെ ജനറലായിട്ട് 2 കോച്ചാണ് 3 കോച്ചാണ് ഏതിലുള്ളത് ജനറലായിട്ടുള്ളത്. അപ്പം ഇത്ര കാര്യമാണ് ഈ ഒരു ലക്ഷർ എക്സ്പ്രസിനെ കുറിച്ചിട്ട് ചൊല്ലവ് ഉള്ളത്. अपना वाहन खड़ा न करें, रास्ता जाम न करें, अन्यथा नियमानुसार कार्रवाई की जाएगी। कृपया ध्यान दें, नो पार्किंग एरिया में अपना वाहन खड़ा न करें, रास्ता जाम न करें, अन्यथा
അതല്ല ഇപ്പൊ എന്തായി ഇതായി ചർച്ചയാ ഏത് ടൈമിലാ അവിടുന്ന് ഞാനല്ലേ ചെല്ലിയ 108 ചെല്ലിയ അതിനിടക്കാവോ ഇതിനോട് ആടാ പയ്യ എന്ത് 108 പയ്യോ ഞാൻ പറഞ്ഞ കീലോ ഇതിൽ ഇത് പമ്പാ നദിന്റെ മീത്ത പോകുന്നതല്ലാവോ ഇതല്ല ഞങ്ങൾക്ക് വേണ്ടിയത് ഹല്ല് പ്രതീക്ഷകളും ഒറ്റടിക്കരുത് പേരെ വീഡിയോ അങ്ങനെ ഏകദേശം ഒരു 21 ഗಂಟೆ ജേർണിയാണിത്. അങ്ങനെ ഞങ്ങിപ്പോൾ ആഗ്ര കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എത്തിയ ഈ കണ്ടതാണ് ആഗ്രയിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഒരു കാഴ്ചയുള്ളത്. അപ്പോൾ നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സാമാനും പിടിച്ചിട്ട് ലഗേജുമായിട്ട് അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പൂനൂരിലെ ആ ഒരു ബ്രിഡ്ജ് ഉള്ള ഇതാണ്. അവിടെ അപ്പുറത്ത് നോക്കാം. ഇത് കാണില്ലോ नहीं അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്ന പുറത്ത് മുമ്പുള്ള ഒരു കാഴ്ചയായിട്ട് ഇത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ റൂം കാണാൻ പോകേണ്ടത്. ഈ കണ്ടില്ലേ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഒരു കാഴ്ചയുള്ളത്. ഇതെല്ലാം ഞങ്ങളുടെ കൂടെ ടൂർ വന്ന ആൾക്കാരാണ്. ബർ ഓർഡർ ഫ്ലൈറ്റ് വന്നാൽ നോക്കി ഇല്ലാന്ന് പറഞ്ഞാൽ പോയിക്കോളും. ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ഏത് അങ്ങനെ ആഗ്ര റെയിൽവേ സ്റ്റേഷൻ്റെ ഇലക്ട്രിക് റിക്ഷയിലാണ് ഇപ്പം എന്താക്കി റൂമൊക്കെ പോയിട്ടുള്ളത്. അങ്ങനെ ഒരു നീണ്ടമായ ഒരു യാത്രയിൽ പിന്നെ ഞങ്ങൾ എന്തൊക്കെയാ റൂമൊക്കെ എത്തിയ റൂമിൻ്റെ വീഡിയോ പിന്നെ ഞാൻ കാട്ടാം.
അങ്ങനെ റൂമിൽ വന്നിട്ട് കുളിച്ചിട്ട് എല്ലാവരും പിന്നെ അസ്തര ടൈം ആകുമ്പോൾ ആഗ്രയിലുള്ള ചെറിയൊരു സിറ്റി ഒരു പ്ലേസിക്ക് പോകണതാണ് വന്നത്. ഇതിപ്പോൾ നങ്ങമയായിട്ട് നടന്നുകൊണ്ട് പോയിട്ടുള്ള പ്ലേസാണ്. ചെറിയൊരു സിറ്റി ജാഗ പോയിട്ട് ചായ കുടിക്കാൻ ചുണ്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പം ഇതാണ് പോകുമ്പോഴുള്ള ഈ ഒരു കാഴ്ച. അതായത് ഒരു ഉൾഗ്രാമമായ ഒരു ജാഗയാണിത്. അതായത് ആഗ്രഹമുള്ള ചില ആൾക്കാർ ജീവിതം കാണുന്നത് അങ്ങനെ ആവാം കാര്യമാണ് നോക്കുക ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പടുത്തൂർ റോഡിൽ വന്ന് എത്തിയാ. ഇതാണ് ആ ഒരു പ്ലേസ്. പക്ഷേ ഇത് വലിയൊരു സിറ്റി ഒന്നും അല്ല, ചെറിയൊരു സിറ്റി പോലത്തെ പ്ലേസാണ്. അല്ല, ഇത് മെയിൻ സിറ്റി അല്ലാണ്ടെന്നൊക്കെ കാണേണ്ടത്. ഏതായാലും ബസ്സും കാര്യമെല്ലാം ഇവിടെ ബണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ സാധ്യത. ഇവിടെ അങ്ങനെ ഇക്കടെ സന്ദർഭത്തിലാണ് ഒരു കുതിരഗാടിയും വന്നത്. നോക്കുന്നുണ്ട് ബസ്സുണ്ടല്ലേ. അങ്ങനെ കുതിരഗാടിയും അങ്ങനെയാണ് അവിടെ ചായ കുടിക്കാണ് വന്നത്. പക്ഷെ ചായ ഇവിടെ ഒന്നും കിട്ടിയില്ല. ജ്യൂസ് കുടിച്ചിട്ടാണ് പോയത്. പക്ഷെ പറയുമ്പോൾ നല്ലൊരു കാഴ്ച, ഒരു കുതിര വണ്ടി നമുക്ക് എന്തായിട്ട് കാണുമ്പോൾ കിട്ടിയിട്ട്. ഇവിടെ അങ്ങനെ ഒരു വലിയൊരു റെസ്റ്റോറൻറ്റും കാര്യമൊന്നും നമുക്ക് എന്താവില്ല ഇവിടെ കാണുമ്പോൾ സാധ്യമില്ല ഈ ഒരു പ്ലേസിൽ. അങ്ങനെ കുറേ നേരം കുറേ തേടിയിട്ടും ഒരുപാട് റെസ്റ്റോറൻറ്റ് പോയിട്ടും നമുക്ക് എന്തായില്ല. ഒടുവിൽ ഇത് കിട്ടിയില്ല എന്ന് ചൊല്ലാം. എന്തേ ചായ കുടിക്കുള്ളൊരു റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടിയില്ല. അതിന് ജ്യൂസും കാര്യം കുടിച്ചിട്ട് പിന്നെ റിട്ടേൺ ഇപ്പോൾ ഒരു അസർ മഗ്രിബ് ടൈമാണ്. അതുകൊണ്ട് റിട്ടേൺ എന്താക്കിയാൽ പിന്നെ റൂമിലേക്ക് നടന്നുകൊണ്ട് പോയാൽ. അപ്പോൾ ഒരു നൈറ്റ്, അതായത് ആഗ്രയിലുള്ള നൈറ്റ് ഒരു വ്യൂവാണ് ഈ കണ്ടത്. ഇതൊരു ചെറിയൊരു സിറ്റിയുള്ളൂ, ചെറിയൊരു പ്ലേസാണ്. മൈൻ സിറ്റി ഒന്നും അല്ലാണ്ട് കണ്ടത് ഇത് മൈൻ സിറ്റി ഒന്നും അല്ല. ഏതായാലും ഈ ഒരു പ്ലേസ് കൂടി വന്ന് ജന്നവത്തിന് ഞങ്ങൾ വന്നതേ പ്ലേസാണ്. അതേ പ്ലേസ് കൂടി ഞങ്ങൾ റിട്ടേൺ എന്താക്കുക റിട്ടേൺ റൂമുകാണ് പോയിട്ട് ഉള്ളത്. അങ്ങനെ നിങ്ങൾ റൂം റോഡിൽ എത്തിയോണ്ട് പറയുമ്പോഴാണ് ഈ ഒരു പ്ലേസ് കണ്ടത്. ചെറിയൊരു പാർക്കാണ്, മക്കളെ കളിച്ചോണ്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇത് ഈ ക്യാന് എന്താ വെച്ചാൽ തണ്ണിയെല്ലാം നിറച്ച് പോയിക്കൊല്ലതായിട്ട് കൊണ്ട് കാണി. അങ്ങനെ ഈ ഒരു പ്ലേസിലെങ്കിൽ ഇപ്പോൾ വന്ന് എത്തിയാം. ഇതിൽ സൈഡിലൂടെയാണ് നമുക്ക് എന്താ ഉള്ളത് റൂമൊക്കെ പോണൊക്കെ ഉള്ളത്. ജാവായത് കൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഇത്ര ഉണ്ടാക്കിയില്ല, കുറേ ലേറ്റാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കാരണം വേഗം റിട്ടേൺ വന്നത്. ഈ റോഡിലൂടെയാണ് ഞങ്ങൾ ചെന്നത്. ഇപ്പം ഞങ്ങൾ റൂമൊക്കെ പോകണമില്ല കയറും. അപ്പോൾ ഈ വണ്ടി ടൈമിലാണ് എതിരിൽ ഒരു ചെറിയൊരു ദേവസ്ഥാനം ഉണ്ടോ. അവിടെ ഭജനയാണ്, ഭജന അല്ല ആരാധിച്ചുള്ളവർ ഭജന കൊണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ദേവസ്ഥാനം ചൊല്ലത്. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ഞങ്ങളുടെ റൂമൊക്കെ വന്ന ചുറ്റി വന്നു. പക്ഷേ ബച്ചിത്ത് ഉണ്ട്. പിന്നെ നോ ഗുഡ്. ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ ഹോട്ടലിലേക്ക് വന്നു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ഗൈസ്. ഇവിടെ ഭയങ്കര പണിയിലാണ്. അപ്പോൾ ഇത്രയായിട്ടൊക്കെ ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഇൻഷാല്ലാ ബണ്ട് ഇതിൽ ആഗ്രയിലുള്ള പൂർത്തി കാഴ്ച കാണും. അപ്പോൾ ബണ്ട് വീഡിയോ കാണാം. ബൈ.